വകുപ്പറിയാതെ മന്ത്രിമാരുടെ മൂന്നാം ദിനം. ഫിഷറീസിൽ തട്ടി വകുപ്പ് വിഭജനം വൈകുന്നു. ലീഗിന് നൽകരുതെന്ന് ലത്തീൻ സഭ. ദേവസ്വം അനിൽകുമാറിന്. സംസ്ഥാനത്ത് വയോജന വകുപ്പ് രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കി സർക്കാർ. മന്ത്രിസഭാ യോഗം ഇന്ന്. MLA-മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ജി സുധാകരൻ ഇന്ന് പ്രോട്ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ കൂടിയാലോചനകളുമായി സർക്കാർ. സ്ത്രീകളുടെ സൗജന്യ യാത്ര നടപ്പാക്കുന്നതിൽ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം. രക്ഷാപ്രവർത്തകർ പുറത്തേക്ക്. രക്ഷാപ്രവർത്തനത്തിൽ നടപടി കടുക്കും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാന്മാർക്ക് കുരുക്കുമുറുകും. അനിൽ കല്ലിയൂരിനും സന്ദീപിനുമെതിരെ വധശ്രമത്തിലുള്ള വകുപ്പുകൾ ചുമത്തും. പോലീസിലും നടപടികൾക്ക് തുടക്കം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശനം തുടർന്ന് കീഴ്ഘടകങ്ങൾ. പിണറായിക്കും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി വയനാട് ജില്ലാ കമ്മിറ്റി. തോൽവിക്ക് കാരണം നേതൃത്വത്തിന്റെ കടുംപിടുത്തവും നയപരമായ വീഴ്ചകളുമെന്ന വിമർശനം. ഖജനാവ് പാപ്പരായെന്ന AK ആന്റണിയുടെ ആരോപണത്തിന് മറുപടിയുമായി മുൻ ധനമന്ത്രി. സംസ്ഥാനം മികച്ച സാമ്പത്തിക സ്ഥിതിയിലെന്ന് KN ബാലഗോപാൽ. പ്രധാനമന്ത്രി ഇറ്റലിയിൽ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യും. 4 വർഷത്തെ തന്ത്രപ്രധാന കർമ്മ പദ്ധതിയിലും ഉഭയകക്ഷി ചർച്ച. ഇറ്റലിയിലെത്തിയത് 4 രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം മാർപ്പാപ്പയുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. കരാറിലെത്തിയില്ലെങ്കിൽ ആക്രമിക്കുമെന്ന ഭീഷണി ആവർത്തിച്ച് ട്രംപ്. ഭീഷണി തള്ളി ഇറാൻ. ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് സർപ്രൈസ് നൽകുമെന്ന് ഇറാന്റെ മറുപടി. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്കു സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ കനത്ത കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്.